നമസ്കാരം. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിക്കൊരുങ്ങുകയാണ്. എന്നാൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം തൽക്കാലം ചാർജ് മെമ്മോ നൽകാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ട്. DGP ആവശ്യപ്പെട്ടതനുസരിച്ച് 6 ദിവസങ്ങൾക്കു ശേഷമാണ് അജിത് കുമാർ സംഭവത്തിൽ തന്റെ വിശദീകരണം നൽകിയത്. DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ തനിക്കെതിരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ MR അജിത് കുമാർ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. സ്വന്തം ഓഫീസിലെ ജീവനക്കാരുടെ മൊഴികൾ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ അന്വേഷണ സംഘത്തിന് നൽകിയ നിർണായക മൊഴിയാണ് കേസിൽ അജിത് കുമാറിനെ പൂർണ്ണമായും കുടുക്കിയിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചത് അജിത് കുമാർ ആണ് എന്ന് SI മൊഴി നൽകി. ഇതിനു പുറമെ ആലപ്പുഴയിൽ നിന്നും എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കേസ് ഡയറി വാങ്ങി പരിശോധിക്കുവാനും SIമാർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. എന്തായാലും കേസ് അട്ടിമറിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ പാകത്തിലുള്ള റഫർ റിപ്പോർട്ട് തയ്യാറാക്കൽ ഉത്തരവിട്ടതും അജിത് കുമാർ ആണ് എന്നാണ് ഗ്രേഡ് SIയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ ആരോപണങ്ങൾ പാടെ തള്ളിക്കളയുന്ന നിലപാടാണ് അജിത് കുമാർ സ്വീകരിച്ചിരിക്കുന്നത്. താൻ കേസ് ഡയറി ആവശ്യപ്പെടുകയോ കേസ് അട്ടിമറിക്കുന്ന റഫർ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് അജിത് കുമാറിന്റെ പ്രധാന വാദം. എന്തായാലും അജിത് കുമാർ സമർപ്പിച്ച വിശദീകരണ റിപ്പോർട്ട് നിലവിൽ DGP വിശദമായി പരിശോധിച്ചു വരികയാണ്. വിശദ പരിശോധനയ്ക്ക് ശേഷം കേസ് അന്വേഷിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ടിനൊപ്പം ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച ശേഷമായിരിക്കും ADGPക്കെതിരായ തുടർ നടപടികൾ അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ സസ്പെൻഷൻ ഒഴിവാക്കി അജിത് കുമാറിന് ചാർജ് മെമ്മോ നൽകാനാണ് ആഭ്യന്തര വകുപ്പ് ഗൗരവമായി ആലോചിക്കുന്നത്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ അജിത് കുമാറിനെ രക്ഷിക്കാൻ സർക്കാരിൽ ശ്രമമുണ്ടോ എന്നൊരു ആരോപണവും സംശയവും കോൺഗ്രസിലെ ഒരു ഭാഗം ഉയർത്തുന്നുണ്ട്. ഇതിനിടെയാണ് SIT പുതുക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുകയാണ് റിപ്പോർട്ട്. അതായത് ഈ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. പിണറായിയുടെ ഗൺമാനെ രക്ഷിക്കാൻ കേസ് ഡയറി തിരുത്തിയപ്പോൾ ഓഫീസിൽ അജിത് കുമാർ ഉണ്ടായിരുന്നില്ല എന്നതിൽ ഉൾപ്പെടെയാണ് സംശയം ഉയർത്തുന്നത്.